സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റുന്നതിൽ നടപടി കടുപ്പിക്കുന്നു സർക്കാർ. കൂടുതൽ വകുപ്പുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കും. അതിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരിൽ നിന്നും ഈ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ആരംഭിക്കും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങേയറ്റം മോശമാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ ഒരു നടപടി തന്നെയാണ് ഈ പറഞ്ഞ 1000 ചില്ലുവാനം സർക്കാർ ജീവനക്കാർ കൈക്കൊണ്ടത്. തുക തിരിച്ചുപിടിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട, അത് തിരിച്ചുപിടിച്ചേ മതിയാവുകയുള്ളൂ. അതിനപ്പുറമുള്ള നടപടികളിലേക്ക് സർക്കാർ ആലോചനയുണ്ടോ ഷഫീദ്? ഈ വിഷയം സർക്കാർ ഗൗരവമായി കാണുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ അതും വലിയ തരത്തിൽ ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കാര്യമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിച്ച സർക്കാർ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി എന്നുള്ളത് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഔദ്യോഗികമായി ആ വിവരം ധനവകുപ്പ് പുറത്ത് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇനി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാനുണ്ട്. ഒന്ന്, അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത് എന്നുള്ള കാര്യം അത് വിശദമായി തന്നെ കണ്ടെത്തണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ ജീവനക്കാരുടെ എണ്ണമടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് ഏത് സാഹചര്യത്തിൽ അക്കാര്യങ്ങൾ നടന്നു എന്നുള്ള കാര്യവും കണ്ടെത്തണം. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതാണ് സർക്കാർ നിലപാട്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് കാരണങ്ങൾ, പ്രത്യേകിച്ച് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, അത് ഗസറ്റഡ് ഓഫീസേഴ്സ് അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് വഴിയൊരുക്കിയത് ഏത് വിഷയമെന്ന കാര്യം അതും കൃത്യമായി ഇതിൽ ഈ വിഷയത്തിൽ കണ്ടെത്തണമെന്നുള്ളതാണ് ഈ വിഷയത്തിലെ സർക്കാർ നിലപാടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തുടർ നീക്കമെന്നോണം ഈ വിഷയത്തിൽ ഉണ്ടാകും. മാത്രവുമല്ല, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് ഉടൻ നോട്ടീസ് നൽകുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചുകൊണ്ടാണോ പെൻഷൻ ലഭ്യമായെന്ന വിശദമായ വിഷയത്തിൽ പരിശോധിക്കും. ഇതിനുശേഷം കർശന നടപടിയിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ അറിയിക്കുന്ന ഒരു കാര്യം. മുഴുവൻ പട്ടികയും കണ്ടാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി പറഞ്ഞുവെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ കൃത്യമായി ഇനിയും പുറത്തുവിട്ടിട്ടില്ല. മസ്റ്ററിംഗ് ഉൾപ്പെടെ കർശനമാക്കിയിട്ടും ക്ഷേമ പെൻഷൻ അനർഹരിൽ എത്തിയത് സർക്കാരിനും നാണക്കേടാണ്. ഈ പെൻഷൻ അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 പേരാണ് പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഇനിയും പരിശോധന തുടരാനാണ് സർക്കാരിന്റെ നീക്കം. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.